നമസ്കാരം. കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹമാസിൻ്റെ നേതാവായ ഖലീൽ അൽ ഖയ്യയാണ് എന്നാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാവരും തന്നെ അവിടെ ഒത്തുകൂടിയ സന്ദർഭത്തിൽ ഹമാസ് നേതൃത്വരെ ഒന്നടങ്കം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതേസമയം പാശ്ചാത്യ മാധ്യമങ്ങളാകട്ടെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥയും ഹമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളുടെയും ജീവിത ശൈലിയും കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഗാസയിലെ അവസ്ഥ നമുക്ക് തന്നെ അറിയാം. 2023 ഒക്ടോബർ 7 ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഐക്യരാഷ്ട്രസഭ നൽകിയിരുന്ന ഭക്ഷണം കൊണ്ടാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പലരും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. പിന്നീട് യുദ്ധമായതിനു ശേഷം ജീവിതം കൂടുതൽ ദുർഘടമായ അവസ്ഥയിലേക്ക് എത്തുകയും അവിടെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലും ഐക്യരാഷ്ട്രസഭയും ഒക്കെ തന്നെ എത്തിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം കരിഞ്ചന്തയിൽ വിൽക്കുന്നൊരവസ്ഥയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ തടയിടാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളെയൊക്കെ തന്നെ പിന്നീട് ഇസ്രായേലിനെ എതിരാക്കി മാറ്റുന്ന രീതിയിലാണ് പല പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണം നടത്തിയത്. ഏതായാലും ഹമാസിൻ്റെ നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നത്, അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ, ഇയാൾ ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഇറാനിലെ പ്രസിഡൻറ്റിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ ഹനിയ അവിടുത്തെ സൈനിക ഗസ്റ്റ് താമസിക്കുമ്പോഴാണ് ഇയാളെ വധിച്ചത്. ഇസ്മായിൽ ഹനിയെക്കുറിച്ച് കേൾക്കുന്നത് ഇയാൾക്ക് 28,000 കോടി രൂപയുടെയെങ്കിലും ആസ്തി ഉണ്ടായിരുന്നു എന്നാണ്. കോടിക്കണക്കിന് രൂപ ഇയാളുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇയാൾ നിരന്തരമായി ലോകമെമ്പാടുമുള്ള തൻ്റെ സുഹൃത്തുക്കളെ കാണുന്നതിനെ യാത്ര ചെയ്തിരുന്നത് പോലും സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ്. അതുപോലെ തന്നെയാണ് ഇയാളുടെ മക്കളൊക്കെ തന്നെ അത്യാഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇയാൾ പലപ്പോഴും തുർക്കിയിലും ഖത്തറിലുമൊക്കെ മാറി മാറി താമസിക്കുകയായിരുന്നു. അവിടെയൊക്കെ തന്നെ ഇയാൾ നക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമാണ് താമസിച്ചിരുന്നത് എന്നാണ്. അതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ മക്കൾ അച്ഛന്മാരെ പോലെ തന്നെയാണ് അത്യാഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഹമാസ് നേതാക്കൾ പലരും പല വിദേശ രാജ്യങ്ങളിലെ ഹെൽത്ത് ക്ലബ്ബുകളിൽ ആസ്വദിക്കുന്നതിൻ്റെയും അതുപോലെ അവരുടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ജീവിതങ്ങളുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗാസയിലെ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരുടെ പേര് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണം കൈക്കലാക്കുന്ന ഇവർ അതൊന്നും തന്നെ അതിൽ 5 പൈസ പോലും ഈ മനുഷ്യർക്ക് കൊടുക്കാതെ എല്ലാം സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുവെന്നാണ്. ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിൽ വൻതോതിലുള്ള വ്യവസായ സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടുവെങ്കിലും അയാളുടെ മക്കളെല്ലാം തന്നെ അത്യാഡംബര ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മഷാൽ മർസൂഖ് തുടങ്ങിയ ഹമാസ് നേതാക്കളൊക്കെ തന്നെ ഇതുപോലെ ആഡംബര ജീവിതം നയിക്കുന്നവർ തന്നെയാണ്. അതുപോലെ മറ്റൊരു ഹമാസ് നേതാവായ മാസ് ആകട്ടെ കൂടുതൽ സമയം മദ്യത്തിനും മദിരാശിക്കുമാണ് സമയം ചെലവഴിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതിൻ്റെയൊക്കെ തന്നെ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ പലരുടെയും ആസ്തി ഒരുപക്ഷെ ലോക കോടീശ്വരന്മാർക്കൊപ്പം തന്നെ നിൽക്കാൻ സാധ്യതയുള്ളതാണ്. അത്രത്തോളം പണം ഇവരുടെ കൈവശമുണ്ട്. ഇവരിൽ പലരും ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് ഈ ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളറാണ് കൈവശം വെച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ രാജ്യങ്ങളിലും എത്തി അവിടെ വ്യവസായ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭൂരിഭാഗവും ഇപ്പോഴും ദുരിതത്തിലാണ് എന്നുള്ള കാര്യം ലോകത്തിനറിയാമെങ്കിലും അവരുടെ പേര് പറഞ്ഞ് ഈ പൈസ തട്ടിയെടുക്കുന്ന ഈ ഹമാസ് നേതാക്കൾ ആരും തന്നെ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹമാസ് എന്ന ഈ ഭീകര സംഘടനയുടെ വാർഷിക ടേൺ ഓവർ തന്നെ $100 കോടി കവിയും എന്നാണ് പറയപ്പെടുന്നത്. IS തീവ്രവാദ സംഘടനയുടെ തൊട്ടു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഇവർ നിൽക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല കോടീശ്വരന്മാരും രാജ്യങ്ങളുമൊക്കെ ഇവർക്ക് വലിയ തോതിൽ ധനസഹായം നൽകാറുണ്ട്. പക്ഷേ അവയെല്ലാം വാങ്ങിച്ച് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ വിനിയോഗിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കണക്ക് സഹിതം റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഇത് സംബന്ധിച്ച നിരവധി കണക്കുകൾ ഈയിടെ പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരിൽ പലരും ശതകോടീശ്വരന്മാർ തന്നെയാണ്, ആഡംബര ജീവിതം നയിക്കുന്നവരാണ്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പേര് പറഞ്ഞ് പൈസ പറ്റിക്കുന്ന ഇവരെല്ലാവരും തന്നെ ആ പൈസ കൊണ്ടാണ് സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന്.